ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂആല 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് പഠിക്കുന്ന ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമുക്കറിയാം ഇന്ന് January 14th ആയി അല്ലേ? കാരണം നമുക്കിനി വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ നമ്മുടെ ഫൈനൽ എക്സാമിനുള്ളൂ അല്ലേ? നമുക്ക് ഫെബ്രുവരി പകുതി ആകുമ്പോൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ചിൽ നമ്മൾ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു 15 days ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ അത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സസ് തുടങ്ങിയിട്ട് ഇപ്പോൾ അതാ 2 days ആയി. അതിൽ ഒരുപാട് പേര് എക്കണോമിക്സ് ടഫാന്ന് പറഞ്ഞ് വന്ന കുട്ടികളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലസ് ടു നല്ല ടഫായത്, എന്തുകൊണ്ടാണ് നമുക്ക് പ്ലസ് ടു ഇത്രയും ബുദ്ധിമുട്ടായതെന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററുകളൊക്കെ വെച്ചിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ എഡ്യൂആല 2.0 നിങ്ങളോട് പറയുകയാണ്. നമുക്കൊരു കൊമേഴ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് നമ്മുടെ സബ്ജക്റ്റുകൾ. പെർ സബ്ജക്റ്റ് 500 rupees ആണ്. മന്ത്ലി അല്ല പേയ്മെൻറ്റ്. 50 ദിവസവും നമുക്ക് ജനുവരി ഈ 10th സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ക്ലാസ്സസ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് ചാപ്റ്ററേ കഴിഞ്ഞിട്ടുള്ളൂ, മെയിൻ പോർഷൻസൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവരെ മിസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് അറിയണവർ വേണമെന്നുള്ളവർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും ഒന്നാം പാഠം തൊട്ട് ലാസ്റ്റ് വരെ ഒന്നും ഓടിച്ച് പറഞ്ഞു തരാൻ പോലും ഇപ്പം ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നു പറയുള്ളൂ. ലാസ്റ്റ് പ്രാക്ടിക്കൽസിൻ്റെയും ലാബ് വർക്കിൻ്റെയും മോഡൽ എക്സാമിൻ്റെയൊക്കെ പിന്നാലെ ആയിരിക്കും. അവരൊന്നും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരില്ല. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 2 days ആയി. ഫസ്റ്റ് ട്രയൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ അവരുടെ അറിവിലേക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളതിൽ കൊമേഴ്സ് കുട്ടികൾ മാത്രമല്ല, എക്കണോമിക്സ് സബ്ജക്റ്റ് മാത്രം ക്രാഷ് ബാച്ചിന് ചേർന്ന ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസും നമ്മളതിലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണ് മിസ് ഇത് പറഞ്ഞത്, ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ച് നമുക്കറിയാം 80 മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണ് നമുക്ക് എക്കണോമിക്സിന് ഉണ്ടാവുക. എക്കണോമിക്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. പറയുമ്പോൾ നമുക്കൊരു 10-11 പാടേ പഠിക്കാവുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് +2 എക്കണോമിക്സ് വളരെ ടഫ് ആവുന്നു? +1 എക്കണോമിക്സ് വളരെ എളുപ്പമായിരുന്നു. എല്ലാ സ്റ്റുഡൻസും പറഞ്ഞു +1 നല്ല മാർക്ക് ഉണ്ട്, +2 എത്തിയപ്പോൾ എക്കണോമിക്സ് നല്ല രീതിയിൽ മാർക്ക് കുറവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ വർഷമാണ് +1 കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. കർവുകളുടെ ലോഗാണ് +2 എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഫുൾ കർവുകൾ, ഡയഗ്രാംസ്, ഇതിൽ ഏത് കർവാണ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ചാപ്റ്റേഴ്സ് കർവുകൾ. ഇതൊക്കെ എവിടെയാണ് കണ്ടതെന്ന് പോലെ ഓർമ്മ ഉണ്ടാവില്ല. കുറേ സ്റ്റുഡൻസ് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമായിരിക്കും ആ കർവുകൾ കണ്ടിട്ടുണ്ടാവുക ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ. ഇപ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാ കർവും കൂടി നിങ്ങൾക്ക് ആകെപ്പാടെ കുഴഞ്ഞ മട്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ വിഷയം, നമ്മൾ എക്കണോമിക്സ് ടഫാണത്. രണ്ടാമത്തെ വിഷയം മാക്രോ എക്കണോമിക്സിൽ വരുമ്പോൾ ഫുൾ ഇക്വേഷൻസും പിന്നെ എന്തൊക്കെയോ കുറേ ബാങ്കിങ്ങും മണിയും ഒക്കെ കൂടി വലഞ്ഞുള്ള ഒരു സെക്ഷൻ. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഒരാൾ ആവശ്യമാണ് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഈ കൊമേഴ്സ് ക്രാഷ് ബാച്ചിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റത്തെ 2 ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ടായി. മിസ് പിന്നെയും പറയാനുള്ള കാരണം, നിങ്ങൾ ക്ലാസ്സൊക്കെ പകുതിയായി, ഒരു മാസം ജനുവരി കഴിഞ്ഞ് മോഡൽ എക്സാമിനോട് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വൻ നഷ്ടമായിരിക്കും. കാരണം പൈസയുടെ മാത്രമല്ല പറയുന്നത്, അത്രയും ഡേയ്സ് നിങ്ങളുടെ പോയി. നമ്മളിപ്പോൾ ഡെയിലി 1 hour ക്ലാസ് എടുക്കുമ്പോൾ അതെങ്കിലും നിങ്ങൾ ജസ്റ്റ് കാണുക, അല്ലെങ്കിൽ ഫീസ് കൊടുത്തതല്ലേ ലാസ്റ്റത്തെ അല്ലേ എന്ന് വെച്ചാൽ കാണുക, എന്തെങ്കിലും നിങ്ങൾ ചെയ്യും. അപ്പോൾ അത്രയും ഡേയ്സ് നിങ്ങൾക്ക് കൈവിട്ട് പോകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മൈക്രോ എക്കണോമിക്സിലെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. 6ാമത്തെ ചാപ്റ്റർ സ്കിപ്പിംഗ് ആയിരുന്നു. ഇനി നമുക്ക് 100% ഉറപ്പ് വരുത്താൻ ഒരു 2 weeks ഒക്കെ കഴിഞ്ഞാലാണ് പറയാം. ഇതിലെ മൈക്രോ എക്കണോമിക്സിൽ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് പറയാം. ഇൻട്രൊഡക്ഷൻ ഭാഗത്തിന് നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാവുന്നത്. കൺസ്യൂമർ ബിഹേവിയർ 16 മാർക്ക് നമുക്ക് അതിൽ നിന്നുണ്ടാവും. നല്ല പോലെ പഠിക്കേണ്ട പാടാണ് കൺസ്യൂമർ ബിഹേവിയറിന്റെ ചാപ്റ്റർ. ഒരുപാട് കർവുകളുണ്ട്, SC ക്വസ്റ്റ്യനുകളെല്ലാം അവിടെയാണ് കിടക്കുന്നത്. അതിൽ കൺസ്യൂമർ എക്വിലിബ്രിയം ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ 13 മാർക്ക്, 2ാം പാഠവും 3ാം പാഠവും എഗെയിൻ വളരെയധികം ഇമ്പോർട്ടൻറ്റ്. തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 9 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്.
കാണുന്നുണ്ട്. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമുക്കൊരു 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കാണുന്നത്. ഇത്രയും വെയിറ്റേജസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അത്യാവശ്യം ലെങ്തി ആണ്, അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉള്ളതാണ്, അത്യാവശ്യം നല്ല മാർക്ക് ഉള്ളതാണ് ചാപ്റ്റേഴ്സ്. ദെൻ മാക്രോയിലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗം 4 മാർക്കിന്റെ വെയിറ്റേജ്, സെക്കൻഡ് ചാപ്റ്ററിൽ 18 മാർക്കിന്റെ വെയിറ്റേജ് കാണുന്നുണ്ട്, തേർഡ് ചാപ്റ്റർ 11 മാർക്കിന്റെ വെയിറ്റേജ് കാണുന്നുണ്ട്. ദെൻ ഫോർത്ത് ഇൻകം ഡിറ്റർമിനേഷൻ നമുക്കൊരു 8 മാർക്ക്, ഗവൺമെന്റിന്റെ പാഠം ബഡ്ജറ്റ് ആൻഡ് ഇക്കോണമി 6 മാർക്സ്, ഓപ്പൺ ഇക്കോണമി ഒരു 8 മാർക്ക്. ഇങ്ങനെയാണ് വെയിറ്റേജ് കാണുന്നത്. ഇതിലെ നമുക്ക് നാഷണൽ ഇൻകം, മണി ആൻഡ് ബാങ്കിങ് 2, 3, മൈക്രോളത്തെ 2, 3, മാക്രോളത്തെ 2, 3 ഇത് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം ഡബിൾ പാസ് കിട്ടാനും പാസ് മാർക്ക് കിട്ടാനും എല്ലാം A+ വിന്നേഴ്സിനും ഒക്കെ. കാരണം ഈ 4 പാഠത്തിലാണ് കംപ്ലീറ്റ് ഈ +2 ഇക്കണോമിക്സ് തന്നെ എടുക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ ഇമ്പോർട്ടൻസ് ആയ പോർഷൻസ് മാത്രം നോക്കിയാൽ മതി. ഈ 2, 3 പാഠങ്ങൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഇത് പഠിച്ചു തുടങ്ങും. പിന്നെ എങ്ങനെ പഠിക്കണം എന്നറിയോ? മാക്രോ മൈക്രോനെ ഡിവൈഡ് ചെയ്ത് മാക്രോ നിങ്ങളൊരു സബ്ജക്റ്റ് പോലെ കാണും. അതിൽ മെയിൻ പോർഷൻസ് ആദ്യം പഠിക്കുക. അതായത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാവുന്ന 2 പേജ് ഉള്ളതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോത്തെ ഫസ്റ്റ് ചാപ്റ്ററും മാക്രോ ഫസ്റ്റ് ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2, 3 പാഠം തന്നെ പഠിക്കുക. അത് പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി. കുറേ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാർക്ക് കുറവുള്ളത് പേജിന്റെ എണ്ണം നോക്കും ചാപ്റ്റേഴ്സിന്റെ. അപ്പൊ പേജ് കൂടുതലുള്ളത് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് എണ്ണം തികയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. 5 പാഠത്തിൽ ഞാൻ 4 പാഠം പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ചില കുട്ടികൾ ഞാൻ മൈക്രോ എക്കണോമിക്സിൽ 5 പാഠത്തിൽ 3 പാഠം കഴിഞ്ഞു 2 പാഠങ്ങളുള്ളൂ. ആ 3 പാഠം ഏതായിരിക്കും? ഫസ്റ്റ് ചാപ്റ്ററും 4th, 5th ആയിരിക്കും. അപ്പോഴും മെയിൻ ചാപ്റ്റേഴ്സ് അവിടെ വിട്ടിരിക്കുകയാണ്. അതേപോലെ മാക്രോയിലും പറയും 4 പാഠം പഠിച്ചു കഴിഞ്ഞാൽ 2 പാഠം കൂടെ ഉള്ളൂ. പക്ഷെ ആ എണ്ണത്തിനല്ല വാല്യൂ ഉള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏറ്റവും ടഫായ പാഠങ്ങൾ ആദ്യം പഠിക്കുക. ടഫ് മീൻസ് നല്ല വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയ പാഠം. ഇപ്പം ഇതിൽ ഈ 4 പാഠം പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ഇക്കണോമിക്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ കർവുകൾ. നമ്മൾ തിയറി ഇങ്ങനെ വലിച്ചു വാരി എഴുതരുത്. തിയറി വലിച്ചു വാരി എഴുതുന്നേക്കാൾ ബെറ്റർ എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അതിൽ വരുന്ന ആ കർവ് ഉണ്ടായിരിക്കും എല്ലാ പാഠത്തിലും. നമ്മൾ ഈ മൈക്രോ എക്കണോമിക്സിന്റെ പ്രത്യേകത എല്ലാ ചാപ്റ്ററിലും എല്ലാ ടോപ്പിക്കിലും കർവുകളുണ്ട്. ആ കർവുകൾ വരച്ച് വെച്ചാൽ തന്നെ പകുതി മാർക്കാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിലും കർവുകൾ വരച്ച് വെച്ചാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ മൈക്രോ എക്കണോമിക്സ് തന്നെ നല്ല രീതിയിൽ കിട്ടും. മാക്രോ എക്കണോമിക്സ് നമ്മൾ എങ്ങനെ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഇക്വേഷൻസ് ആണ്. അതിൽ 2ാം പാഠത്തിൽ ഇക്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. ആ ഇക്വേഷൻസ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ലാസ്റ്റിലേക്ക് വെക്കുക. 2ാം പാഠത്തിൽ GDP കാൽക്കുലേഷനിലാണ് മെയിൻ ഇക്വേഷൻസ് ഉള്ളത്. ആ ഇക്വേഷൻസിന് ഒന്ന് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും തിയറീസും ഇമ്പോർട്ടൻസും ഒക്കെ പഠിച്ച് കുറച്ച് നല്ല തിയറി ഉള്ളത് 3ാം പാഠത്തിലാണ് കേട്ടോ. അതായത് ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് തിയറി കിടക്കുന്നുണ്ട് മണി ആൻഡ് ബാങ്കിങ്ങിൽ. അതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇക്വേഷനിലേക്ക് വരാൻ. കാരണം എന്താ, ഇവിടെ ഇക്വേഷൻ കുറച്ച് ഉള്ളത് 2ാം പാഠത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ അത്ര വലിയ ഇക്വേഷൻസ് ഇല്ല. കർവിനെ സംബന്ധിച്ചിട്ട് ഡിഫറെന്റ് ആണ് അവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മാക്രോ എക്കണോമിക്സ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. തിയറി ഭാഗങ്ങൾ പഠിച്ച ഇക്വേഷൻസിന് അവിടെ നിർത്തി ബാക്കിയുള്ള കംപ്ലീറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് അങ്ങോട്ട് ഇപ്പോൾ പഠിക്കാതിരുന്നാൽ അത് തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് അവിടെ പോവും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ വേണം മാക്രോ പഠിക്കാനായിട്ട്. 2ൽ ഈ 4 പാഠം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇനിയും സമയം കളയാനില്ല. മോഡൽ എക്സാമിന് നിങ്ങൾ അങ്ങനെ സില്ലി ആയിട്ട് വിടരുത്. മോഡൽ എക്സാം വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാലേ നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മോഡൽ എക്സാമിനെ കുറിച്ചിട്ട്. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ ഷോർട്ട് നോട്ട് നിർമ്മിക്കുക. അതായത് ഇപ്പോൾ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ കർവും അതുപോലെ എന്താണെന്ന് ഷോർട്ടായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അതാണ് നമ്മുടെ എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും എക്കണോമിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല മിസ്, ഞങ്ങൾ ഇതുവരെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നമുക്ക് എക്സ്ട്രാ ക്ലാസ് വേണമെന്നുള്ളവരുണ്ട് വെച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ 50 ഡേയ്സ് ക്രാഷിനെ കുറിച്ച് അറിയാൻ സാധിക്കും. നമ്മളിതാ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. നമ്മളിപ്പോൾ 2ാമത്തെ ചാപ്റ്റർ മെയിൻ ചാപ്റ്റർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.